2021 എന്ത് സംഭവിച്ചു എന്ന ചിത്രത്തിലേക്കാണ് ആദ്യം വരുന്നത്. അവിടെ ആകെ വോട്ട് 1,99,960 വോട്ടുകളാണ് കഴിഞ്ഞ 2021 പോൾ ചെയ്തത്. അത് ഇക്കുറി മാറും എന്ന് വെച്ചാൽ SIR അനുസരിച്ചുള്ള പുതിയ കണക്കാണ് ഇക്കുറി വരുന്നത്. യെസ്, ഇനി 2021 കണക്കിലേക്ക് നമ്മൾ പോകും. നോക്കൂ, KT ജലീലാണ് ജയിച്ചു കയറിയത്. 69,358 വോട്ടുകൾ, അതായത് പോൾ ചെയ്തതിന്റെ 46.46% വോട്ടുകളും ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ നേടിക്കൊണ്ടാണ് KT ജലീൽ വിജയിച്ചു കയറിയത് എന്നോർക്കുക. അതായത് നേരത്തെ നേടിയതിനേക്കാൾ കുറവ് വോട്ടിന്റെ ആകത്തുകയിൽ ജലീലിന് സംഭവിക്കുകയും ചെയ്തു. അതായത് ഏതാണ്ട് 1.5% വോട്ടുകൾ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. എങ്കിലും ജലീലിന് വിജയിച്ചു കയറാൻ അവിടെയായി 2021. യെസ്, ഇനി UDF ചിത്രത്തിലേക്ക്. 2021 UDFനായി ഇവിടെ മത്സരിച്ചത് ചാരിറ്റി പ്രവർത്തകനൊക്കെയായ ഫിറോസ് കുന്നംപറമ്പിലായിരുന്നു. അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്നൊരു കാൻഡിഡേറ്റ് കൂടിയായിരുന്നു. 67,794 വോട്ട് അവിടെ ഫിറോസ് നേടി. എന്ന് വെച്ചാൽ കനത്ത പരീക്ഷണം, കനത്ത വെല്ലുവിളി ജലീലിന് ഉയർത്തിക്കൊണ്ടാണ് അവിടെ ഫിറോസ് കുന്നംപറമ്പിന്റെ മത്സരമുണ്ടായത്. 44.77% വോട്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം വർദ്ധിപ്പിച്ച വോട്ട് വിഹിതമാണ്. എന്ന് വെച്ചാൽ 8.81% വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ അവിടെ ഫിറോസിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് വിജയത്തിന്റെ തൊട്ടടുത്തെത്തിയ ശേഷമാണ് ഫിറോസ് കുന്നംപറമ്പിൽ കഴിഞ്ഞ തവണ വീണുപോയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. യെസ്, ഇനി BJPക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് കൂടി നോക്കാം. 9,914 വോട്ടുകളാണ് രമേശ് കോട്ടായിപ്പുറത്തിന് BJP സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞത്. 6.55% വോട്ട് മാത്രമാണ് അവർക്ക് സ്വന്തമാക്കാൻ തവനൂരിൽ കഴിഞ്ഞത്. യെസ്, ഇനി ഭൂരിപക്ഷത്തിന്റെ കണക്കിലേക്ക്. ഇനി KT ജലീലിന്റെ ഭൂരിപക്ഷത്തിന്റെ കണക്കെടുക്കുമ്പോൾ കഴിഞ്ഞ 3 ഇലക്ഷനിലെ ഭൂരിപക്ഷം എടുക്കണം സാധിക്കും. അത് നമ്മൾ നോക്കൂ. 2011 മുതൽ നമുക്ക് നോക്കാം. അന്ന് 6,854 വോട്ടിനാണ് തവനൂർ രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ KT ജലീൽ ജയിച്ചു കയറുന്നത്. എന്നാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പ്, സംസ്ഥാനത്ത് ഒരു ഇടത് തരംഗം ഉണ്ടായ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് ആകുമ്പോൾ KT ജലീൽ ഭൂരിപക്ഷം 17,064 എന്ന വലിയ സംഖ്യയിലേക്ക് ഉയർത്തുന്നതാണ് സൈഫുദ്ദീൻ നമ്മൾ കാണുന്നത്. ഇനി 2021 വരുമ്പോൾ നോക്കൂ, അതേ തരംഗം ആഞ്ഞു വീശിയ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കുറി ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവുണ്ടാവുകയും 2,185 വീണു പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കാര്യം. അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അതിന് തൊട്ടു മുമ്പുള്ള ഘട്ടത്തിൽ KT ജലീൽ എന്ന് ഓർക്കുക. അത്തരം ഒരു മന്ത്രി പദവിയോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനെത്തിയ ജലീൽ നേരിടേണ്ടി വന്നത് കടുത്ത വെല്ലുവിളിയാണ് എന്നോർക്കണം. 2,185 വോട്ട് എന്നത് പറഞ്ഞാൽ അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 17,084 ഭൂരിപക്ഷം. 15,000 വോട്ടുകൾ കുറഞ്ഞു. അതെ, ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവാണ് ജലീലിനുണ്ടായത്. അതായത് ജലീലിന്റെ വ്യക്തിത്വത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിന് ഇടിവ് വന്നിരിക്കുന്നു തവനൂരിൽ എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ തവണയും രണ്ടാം പിണറായി സർക്കാർ എന്ന തരംഗം ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സാജു, ഇപ്പോൾ 2016-21 ആ ടേമിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. സ്വാഭാവികമായി ഒരു മന്ത്രിയാകുമ്പോൾ കുറെ കൂടിയ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കാര്യമായി അവിടുത്തെ ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനൊക്കെ പറ്റുന്നൊരവസരം കൂടിയാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ടായിരിക്കാം 2021 അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞു? ജലീലിനെതിരെ ആ ഘട്ടത്തിൽ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിൽ നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പോലും പിന്നീട് തെളിയിക്കാൻ പോലും ആവാതെ പോയ ആരോപണങ്ങളിലേക്ക് അദ്ദേഹം വലിച്ചിഴക്കപ്പെട്ടത് ഉണ്ട്. അതിനൊപ്പം തന്നെ ബന്ധു നിയമനം എന്ന ഗുരുതരമായ ആരോപണവും ഒക്കെ ഉണ്ടായി. പിന്നീട് ആ തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം അദ്ദേഹത്തിന് പുതിയ മന്ത്രിസഭ വരുന്നതിന് മുമ്പ് തന്നെ മന്ത്രിസഭാ സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ടി വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹത്തെ ഉലച്ചു, KT ജലീലിന്റെ വ്യക്തിത്വത്തെ ഉലച്ചു വോട്ടർമാർക്ക് മുന്നിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവും. എന്ന് വെച്ചാൽ ആ മന്ത്രിയായ ആ ഒരു കരിയർ ഉണ്ടല്ലോ, അവിടെ വലിയ ബ്ലാക്ക് മാർക്കൽ ഉണ്ടായി. കാര്യം രാഷ്ട്രീയ നേതാക്കളുടെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ മന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് എടുത്തു വെക്കാനുള്ള ഒരു സംഗതി കൂടിയാണ്. അതായത് ഇവിടെ അദ്ദേഹത്തിന് അതൊരു നെഗറ്റീവ് ഇമേജ് നൽകിയെന്ന് നമുക്ക് അതായത് അടുത്ത ഭാവി രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള ഈടുവെപ്പാകേണ്ട ഒരു ഘട്ടമായിരുന്നു അത്. പക്ഷെ KT ജലീലിന് അതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അതാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിലേക്ക് കുറച്ചത്. അപ്പോൾ പോലും സംസ്ഥാനത്തുണ്ടായിരുന്ന ഇടത് തരംഗത്തിന്റെ ഗുണം കൂടി കിട്ടിയതുകൊണ്ടാണ് KT ജലീൽ ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിച്ചു. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന 2024 തവനൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്ത് സംഭവിച്ചു എന്ന് കൂടി
നോക്കാം. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് തവനൂര്. അവിടെ MP അബ്ദുസ്സമദ് സമദാനിയായിരുന്നു UDF കാൻഡിഡേറ്റ്. 66,681 വോട്ടാണ് അവിടെ നിന്നും അബ്ദുസമദ് സമദാനി നേടിയെടുത്തത്. KS ഹംസയായിരുന്നു, അതായത് ലീഗിൽ നിന്നും CPM അടർത്തിക്കൊണ്ടുവന്ന KS ഹംസയായിരുന്നു അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പൊന്നാനിയിൽ വന്നത്. നേടിയെടുത്ത വോട്ട് നോക്കൂ, 48,665 വോട്ടാണ് ലഭ്യമായത്. ഇനിയിപ്പോൾ BJP ആണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു വർധനം അവർക്കുണ്ട്. നിവേദിത സുബ്രഹ്മണ്യമായിരുന്നു അവിടെ മത്സരിച്ചിരുന്നത്. 24,204 വോട്ടായി വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സമദാനിയുടെ ഭൂരിപക്ഷം നോക്കും, 18,016 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സൈഫുദ്ദീൻ സമദാനിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തവനൂർ നിയമസഭാ മണ്ഡലം നൽകിയത്. നോക്കൂ, തൊട്ടുമുന്നത്തെ തെരഞ്ഞെടുപ്പിൽ 2000-ലധികം വോട്ടിന് കെറ്റി ജലീൽ ജയിച്ചു കയറിയ മണ്ഡലത്തിൽ വലിയ ഇടിവാണ് ഭൂരിപക്ഷത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ LDFന് സംഭവിച്ചിരിക്കുന്നത്. അവർ പിന്നാക്കം പോയിരിക്കുന്നു. UDF അവിടെ വലിയ മേൽക്കൈ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രമെങ്കിൽ ഇനി നമ്മൾ നോക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് മാത്രം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തവനൂർ നിയോജക മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചു എന്ന്. സാജു, ഈ തവനൂർ നിയോജക മണ്ഡലത്തിൽ ആകെ 7 പഞ്ചായത്തുകളാണ് ഉള്ളത്. തവനൂര്, കാലടി, വട്ടംകുളം, എടപ്പാള്, മംഗലം, തൃപ്രങ്ങോട്, പുറത്തൂർ. ചിത്രം എല്ലാം തൂത്തുവാരിയിരിക്കുന്നു UDF എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എടപ്പാളും തവനൂരും തൃപ്പങ്ങോടും പുറത്തൂരും UDF പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ബാക്കി അവരുടെ കൈവശമുണ്ടായിരുന്ന പഞ്ചായത്തുകൾ നിലനിർത്തുകയും ചെയ്തു. അതായത് 4 പഞ്ചായത്തുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നതിലേക്ക് എത്തിയത്. എന്ന് വെച്ചാൽ ഈ പഞ്ചായത്തിലൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന് പ്രചാരണത്തിന് നേതൃത്വം നൽകിയിരുന്നത് KT ജലീൽ തന്നെയായിരുന്നു. KT ജലീലിന്റെ തന്നെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ പരലോകത്ത് ബർക്കത്ത് കിട്ടുന്ന സ്ഥാനാർത്ഥി, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞൊക്കെ തോറ്റുപോയത് ഒരു വലിയ ട്രോളൊക്കെ ആയി വന്നിരുന്നു. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ വലിയ തിരിച്ചടി KT ജലീലിന് ഒരു ക്ഷീണമുണ്ടാക്കി ആ തെരഞ്ഞെടുപ്പ്, അല്ലേ? ഒരു സംശയവും വേണ്ട, KT ജലീലിനുള്ള തിരിച്ചടി കൂടി ഉണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതുപോലൊരു മണ്ഡലത്തിൽ കൈവശമുള്ള മലപ്പുറം പോലെ ഒരു സ്ഥലത്ത് ശക്തിയുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല LDFന് എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഈ ഫലം തെളിയിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതെങ്കിൽ വലിയ ആശങ്ക LDFന് തവനൂരിൽ ഇത്തവണ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് ഗ്രാഫ് വിശദമായി നമ്മൾ കണ്ടു. ഇനി ആ ഗ്രാഫ് ഒന്ന് നോക്കാം. നോക്കൂ, 2021 മുതൽ ഈ 26 വരെയുള്ള തവനൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ തെരഞ്ഞെടുപ്പുകളിലൂടെ കടന്നു പോയപ്പോഴുള്ള 3 മുന്നണികളുടെയും പെർഫോമൻസ് ഗ്രാഫ് നോക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ആ ചുവന്ന വരയാണ്. അത് 46.46 നിന്നും കുത്തനെ താഴോട്ട് പോകുന്നത് കാണാം. അതായത് LDF 2021 നില മെച്ചപ്പെടുത്തി നിൽക്കുകയായിരുന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പത്തേക്ക് വന്നപ്പോൾ കൂപ്പുകുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ 44.77% വോട്ട് മാത്രമായിരുന്നു കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഉണ്ടായിരുന്നത്. പക്ഷേ UDFന് അത് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞിരിക്കുന്നു. വലിയ മുന്നേറ്റം തവനൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നാണ് ഈ ചാർട്ട് തെളിയിക്കുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം. BJP അവിടെ കാര്യമായ ഒരു മെറ്റീരിയൽ അല്ല എന്ന് നമുക്കറിയാം. വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം കുറച്ച് വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാര്യമായി ഒന്നും അവർക്ക് ചെയ്യാനായിട്ടില്ല. എന്ന് വെച്ചാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP അവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നർത്ഥം. തീർച്ചയായും BJPക്ക് വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാനുള്ള ശേഷി തവനൂരിൽ ഇല്ല എന്ന് വേണം നമ്മൾ കണക്കുകൂട്ടാൻ. അപ്പോൾ തവനൂരിന്റെ സാധ്യതയും സൂചനയും നമ്മൾ പരിശോധിച്ചു. ഇനി അവിടുത്തെ സ്ഥാനാർത്ഥി ചിത്രമാണ്.